ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് വീട്ടിലുള്ള വളരെ കുറച്ച് സാധനങ്ങൾ മതി. അതിനായിട്ട് ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു സവോള എടുത്തിട്ടുണ്ട്, ഒരു മുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ ഞാനിവിടെ ഒരു 1/4 കപ്പ് മൈദയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എരിവിന് ആവശ്യമുള്ള മുളക് എടുക്കാവുന്നതാണ്. ഞാൻ വലിയ എരിവില്ലാത്ത ഒരു 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി വേണം, ആവശ്യത്തിന് ഉപ്പും വേണം. ഇനി നമുക്ക് ഇതെങ്ങനെയാണൊന്ന് റെഡിയാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് ആദ്യമേ തന്നെ ഈ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു മീഡിയം സൈസ് സവോളയാണ്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് വരാവേ. അപ്പം ഞാനിവിടെ ഈ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കഴുകി വാരിയെടുക്കാം. അപ്പോൾ ഞാനിത് ഒന്ന് കഴുകി വാരിയെടുക്കട്ടെ. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. ആവശ്യമുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് ആദ്യമേ ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചേർക്കണം. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുത്താൽ മതിയല്ലോ. ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഒത്തിരി മുളക് പൊടിയുടെ ആവശ്യമില്ല, നമ്മൾ പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ടല്ലോ. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മൈദയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഉപ്പിൻ്റെയോ മുളകിൻ്റെയോ ഒക്കെ കുറവുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇതുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ പണി ഇവിടെ കഴിഞ്ഞേ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട്. പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്കിത് ഒഴിച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിലൊക്കെ വെക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് വേകണമല്ലോ. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് തന്നെ കുക്ക് ചെയ്യണേ. അപ്പോൾ കുറച്ച് സമയം ഇരുന്ന് അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. നമ്മുടെ ഉരുളക്കിഴങ്ങും സവോളയൊക്കെ ഒന്ന് വെന്ത് വരാനൊരു കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ ഒരു 2-3-4 മിനിറ്റൊക്കെ ലോ ഫ്ലെയിമിലൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം മറ്റേ വശം ഇതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കണ്ടോ, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ കുട്ടികളൊക്കെ വരുമ്പോഴത്തേനും സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതിയല്ലോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പം ബെല്ലൈക്കനും കൂടെ അമർത്തുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം മറക്കാതെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് മാത്രമല്ല, വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒത്തിരി വിഭവങ്ങൾ നമ്മുടെ ചാനലിലുണ്ട്. അതും കൂടെ എല്ലാവരും ഒന്ന് പോയി കാണണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബായ്.